ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്രീകൃഷ്ണ ഭഗവാനിൽ അനുഗ്രഹീതരായ എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സ്യമന്തകം. കേശവനോട് മനസ്സുകൊണ്ട് തീരെ പൊരുത്തപ്പെടാത്ത ഒരു യാദവ പ്രമുഖനാണ് സത്രാജിത്ത്. മാധവനെ എവിടെയെല്ലാം ഇകഴ്ത്താമോ അവിടെയെല്ലാം ഈ യാദവൻ അത് ചെയ്തിരുന്നു. മിത്രൻ്റെ പുത്രനായ നിമ്നൻ്റെ മകനായിരുന്നു സത്രാജിത്ത്. യാദവരിൽ വൃഷ്ണി വംശജനുമായിരുന്നു ഈ യാദവൻ. കേശവൻ ജനങ്ങളെ ദ്വാരകയ്ക്ക് നയിച്ചപ്പോൾ സത്രാജിത്ത് എതിർത്തു. അവൻ്റെ വാക്ക് വിശ്വസിച്ച് യാദവർ ഏറെ കഷ്ടപ്പെട്ടു. തുടർന്ന് അവർ സത്രാജിത്തിനെ തിരസ്കരിച്ച് ദ്വാരകയിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ആ സംഭവത്തോടെ സത്രാജിത്തിൻ്റെ ഹൃദയം പക കൊണ്ട് പുകഞ്ഞു. ഏറെ നാളത്തെ ചിന്തകൾക്കു ശേഷം സത്രാജിത്ത് ഒരു തീരുമാനമെടുത്തു. എങ്ങനെയും ധനമുണ്ടാക്കുക, പ്രശസ്തി നിലനിർത്തുക, കേശവനേക്കാൾ ഉയർന്ന സ്ഥാനത്തെത്തുക, അതിന് വേണ്ടതെന്തെന്നും അയാൾ ചിന്തിച്ചുറച്ചു. കർമ്മസാക്ഷിയായ സൂര്യനെ തപസ് ചെയ്യുക. സത്രാജിത്ത് ഭാഗീരഥിയുടെ തീരത്തെത്തി. ഒരു വടവൃക്ഷ തണലിലിരുന്ന് തപസ് തുടങ്ങി. ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ടാണ് സത്രാജിത്ത് തപസ് തുടർന്നത്. ദിവസങ്ങൾ നീങ്ങിപ്പോയി. പരിപാവനമായ തപസ് കൊണ്ട് ഹൃദയം കുളിർത്ത് ഗംഗയൊഴുകി. താടിയും തലയും വളർന്ന് സത്രാജിത്ത് കാലം കടന്നത് അറിഞ്ഞില്ല. വസന്തം പൂവിട്ടതും മഞ്ഞുകാലം കാഫലം നൽകിയതും സത്രാജിത്ത് അറിഞ്ഞില്ല. ആദിത്യ ഹൃദയമന്ത്രത്തിൻ്റെ ശക്തി സത്രാജിത്തിൽ ഒരു ജ്യോതിസായി നിന്നു. വനം പ്രകാശത്തിൽ കുളിച്ചു. സൂര്യൻ സത്രാജിത്തിൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ എത്തി. സത്രാജിത്ത് കർമ്മസാക്ഷിയെ നമസ്കരിച്ചു. എന്താണ് നിന്റെ അഭിലാഷം? പറയൂ, എന്ത് വേണമെങ്കിലും സാധിച്ചു തരാം. പ്രഭു, ആരും എന്നെ ബഹുമാനിക്കണം, ആവശ്യം പോലെ ധനവും ലഭിക്കണം, അതിനുള്ള അനുഗ്രഹം തന്നാലും. സൂര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് കരമുയർത്തി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കരത്തിൽ ഒരു രത്നമണി പ്രത്യക്ഷപ്പെട്ടു. സൂര്യൻ അത് സത്രാജിത്തിന് ദാനം ചെയ്തുകൊണ്ട് പറഞ്ഞു, സത്രാജിത്തെ, ഈ മണിയുടെ പേര് സ്യമന്തകം എന്നാണ്. ഇഷ്ടവര ലബ്ധിയാണ് ഇതിൻ്റെ ശക്തി. ഭക്തിപൂർവം ഇതിനെ പൂജിക്കുക. 8 തുലാം ഭാരം സ്വർണം ഇത് പ്രദാനം ചെയ്യും. ഈ രത്നമിരിക്കുന്നിടത്ത് ഐശ്വര്യം വർദ്ധിക്കും. സത്രാജിത്ത് ആഹ്ലാദത്തോടെ തേൻ നിറമുള്ള രത്നമണി വാങ്ങി സൂര്യൻ സത്രാജിത്തിനെ അനുഗ്രഹിച്ച് മറഞ്ഞു. തപസ്സിൻ്റെ ഫലമായി ലഭിച്ച സ്യമന്തകരത്നം സ്വർണ്ണച്ചങ്ങലയിൽ കൊരുത്ത് സത്രാജിത്ത് കഴുത്തിൽ ചാർത്തി. കൃഷ്ണൻ നിർമ്മിച്ച ദ്വാരകയേക്കാളും മനോഹരമായ ഒരു നഗരം താൻ പണിയുമെന്ന് സത്രാജിത്ത് വീമ്പു പറഞ്ഞു നടന്നു. അയാളുടെ വാക്കുകൾ ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ ദിവസം കഴിയും തോറും സത്രാജിത്ത് സമ്പന്നനായിക്കൊണ്ടിരുന്നു. സത്രാജിത്തിൻ്റെ ഭാര്യയും മകളും അയാളെ ഉപദേശിക്കാതിരുന്നില്ല. ഒരു ദിവസം മകൾ പറഞ്ഞു, അച്ഛാ, എന്തിനാണ് മാധവനോട് വിരോധം വയ്ക്കുന്നത്? അദ്ദേഹം ദിവ്യനും ശക്തനുമാണ്. യാദവരുടെ രക്ഷകനാണ് കേശവൻ. ജരാസന്ധനെ പോലുള്ള ഒരു രാജാവിനെ നേരിടുവാൻ അച്ഛന് കഴിയുമോ? കംസനെ കൊന്ന് യാദവ വംശത്തെ രക്ഷിച്ചവനല്ലേ ആ കർമ്മധീരൻ. അച്ഛൻ പലതവണ അപേക്ഷിച്ചിട്ടും അച്ഛൻ പലതവണ ആക്ഷേപിച്ചിട്ടും നമ്മെ കേശവൻ ധിക്കരിച്ചില്ല. എന്താണെന്ന് അറിയാമോ? യാദവൻ എന്ന സ്നേഹം കൊണ്ടാണത്. സത്യഭാമയുടെ വാക്കുകൾ സത്രാജിത്ത് ചെവിക്കൊണ്ടില്ല. ധനത്താൽ അഹങ്കാര തിമിരം ബാധിച്ച സത്രാജിത്ത് സത്യത്തെ കണ്ടതുമില്ല.
ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദ്വാരകയിലും ഈ രത്നകഥയെത്തി. സത്രാജിത്തിൻ്റെ ബന്ധുക്കളും യാദവ പ്രമുഖരും സ്യമന്തക രത്നത്തിൻ്റെ കഥ കേട്ട് അതിശയിച്ചു നിന്നു. ഒരു ദിവസം സത്രാജിത്ത് തൻ്റെ ദിവ്യത്വം കാണിക്കുവാൻ കഴുത്തിൽ തൂക്കിയിട്ട രത്നമണിയുമായി ദ്വാരകയിലെത്തി. തെരുവിലൂടെ മറ്റൊരു സൂര്യനെ പോലെ നടന്ന സത്രാജിത്തിന് ചുറ്റും ധാരാളം യാദവർ കൂടി. ചിലർക്ക് ആ മണി സ്വർണം ദാനം ചെയ്യുന്നത് കാണണം, മറ്റു ചിലർക്ക് ആ രത്നത്തിൽ ഒന്ന് തൊടുക വേണം, മറ്റു ചിലർക്ക് കഴുത്തിലണിയുവാൻ തന്നെയാണ് മോഹം. അവരെല്ലാം സത്രാജിത്തിനോട് തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു. യാദവനാകട്ടെ അവരുടെ ആഗ്രഹങ്ങൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അഹങ്കാരത്തോടെ രത്നമണിയും കഴുത്തിൽ ചാർത്തി നടന്നു. കേശവനേക്കാളും മഹത്വം തനിക്കുണ്ടെന്ന് യാദവരറിയട്ടെ എന്ന് സത്രാജിത്ത് കരുതി. സത്രാജിത്ത് തെരുവിൽ സ്യമന്തകവുമായി നടക്കുന്ന വിവരം കേശവൻ അറിഞ്ഞു. കൃഷ്ണൻ ഉദ്ധവനെ വിട്ട് സത്രാജിത്തിനെ വിളിപ്പിച്ചു. തൻ്റെ മഹത്വം കേശവനെ ധരിപ്പിക്കണം. ദ്വാരക പോലെ ഒരെണ്ണം പണിയുവാൻ തനിക്കാവുമെന്ന് കേശവനെ അറിയിക്കണം. ഈ ചിന്തകളോടെ സത്രാജിത്ത് ഉദ്ധവനൊപ്പം കേശവൻ്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. തെല്ല് ഗർവോടെ നടന്നു വരുന്ന സത്രാജിത്തിനെ മാധവൻ ദൂരെ നിന്നേ കണ്ടു. കേശവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തഞ്ചി നിന്നു. സത്രാജിത്തിനെ മനോഹരമായ ആസനത്തിൽ ഉദ്ധവൻ ഉപവിഷ്ടനാക്കി. അപ്പോഴേക്കും കേശവൻ എത്തിക്കഴിഞ്ഞു. പ്രഭാത സൂര്യനെ പോലെ തിളങ്ങുന്ന സിമന്തകം മണി കഴുത്തിൽ ചാർത്തിയ സത്രാജിത്ത് ജ്വലിച്ചു നിന്നു. കേശവൻ പറഞ്ഞു, യാദവശ്രേഷ്ഠ, ആദിത്യദേവൻ സംഭാവന ചെയ്ത സിമന്തകം മണി ആണ് അങ്ങയുടെ കഴുത്തിൽ ശോഭിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വിശേഷപ്പെട്ട രത്നമാണിത്. ഇത്തരം രത്നങ്ങൾ ബ്രഹ്മചാരികളാണ് സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ രാജഭണ്ഡാരത്തിലാണ് ഇത്തരം രത്നങ്ങൾ ഇരിക്കേണ്ടത്. അങ്ങ് ഈ രത്നം സൂക്ഷിച്ചാൽ ആപത്തുണ്ടായി എന്ന് വരാം. അതുകൊണ്ട് താങ്കൾ മണി നമ്മുടെ രാജാവായ ഉഗ്രസേനന് ദാനമായി നൽകണം. അതിന് പ്രതിഫലമായി താങ്കൾ എത്ര ധനം വേണമെങ്കിലും വാങ്ങിത്തരാം. സത്രാജിത്തിന് കേശവൻ്റെ വാക്കുകൾ ഇഷ്ടമായില്ല. മുഖം ചുളിച്ചുകൊണ്ട് സത്രാജിത്ത് എഴുന്നേറ്റു. കേശവൻ പറഞ്ഞു, താങ്കൾ വിരോധിക്കേണ്ട. ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞു. അവസാനം ഗുണം ദോഷമാവരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞുവെന്നേയുള്ളൂ. സത്രാജിത്ത് മറുപടിയൊന്നും ഓതാതെ ഭവനത്തിലേക്ക് പോന്നു. യാദവൻ ഭാര്യയോടും മകളോടും വിവരമുണർത്തിച്ചു. യഥാർത്ഥത്തിൽ സത്രാജിത്ത് ഈ കാര്യം പറഞ്ഞത് തൻ്റെ അന്തസ്സ് വളർന്നത് കാണിക്കുവാനാണ്. എല്ലാവരും ആരാധിക്കുന്ന കേശവൻ തൻ്റെ മുമ്പിൽ യാചകനായി നിൽക്കുന്നത് അവൻ ഭാര്യയെയും മകളെയും വിവരിച്ച് കേൾപ്പിച്ചു. ഇടയിൽ സത്യഭാമ ചോദിച്ചു, കൃഷ്ണൻ പറഞ്ഞത് ശരിയാവരുതോ? രത്നം മൂലം ആപത്ത് വന്നുവെന്ന് വരാം. പെട്ടെന്ന് സത്രാജിത്ത് പറഞ്ഞു, ഒരിക്കലും അതുണ്ടാവില്ല. അങ്ങനെ വന്നാൽ ദുരാഗ്രഹിയായ കേശവനായിരിക്കും അത് ചെയ്യുക. സത്യഭാമ മൃദുവായി പറഞ്ഞു, അച്ഛൻ എന്താണ് പറയുന്നത്? യാദവരുടെ പിതൃരാജ്യം സമുദ്രത്തിൽ നിന്നും തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞ കരുത്തനാണ് അദ്ദേഹം. മാധവൻ രത്നങ്ങളുടെ നാഥനാണ്. സെമന്തകം പോലുള്ള എത്രയോ രത്നങ്ങൾ മാധവൻ്റെ പക്കലുണ്ട്. ഉടനെ സത്രാജിത്ത് ചോദിച്ചു, നിന്നോടിതാരു പറഞ്ഞു? പെട്ടെന്ന് സത്യഭാമ പതറി. അവൾ ഒരു നിമിഷത്തിനുള്ളിൽ ധൈര്യം വീണ്ടെടുത്തു പറഞ്ഞു, എൻ്റെ കൂട്ടുകാരികൾ എല്ലാം പറയുന്നു, അല്ലാതെ ഞാനെങ്ങനെ അറിയുവാൻ? സത്യഭാമേ, നീ നിന്റെ പിതാവിനെ ധിക്കരിക്കുന്നോ? ഇല്ല അച്ഛാ, ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. യാദവ സ്ത്രീകളിൽ അതീവ സൗന്ദര്യമുള്ളവളാണ് സത്യഭാമ. നറുനെയ്യിൻ്റെ നിറവും നീൾമിഴികളും തിലപുഷ്പ സമാനമായ നാസികയും രൂപഭംഗിയിലും സ്നിഗ്ധതയിലും മാതളഫലങ്ങളെ അധക്കരിക്കുന്ന പയോധരങ്ങളും ഉരുവമൊത്ത നിതംബവും അവളെ രൂപവതിയാക്കി. ആരും കൊതിക്കുന്ന ആ സുന്ദരരൂപി കണ്ണൻ്റെ മാറിൽ ഒരു ഓമന ബിന്ദുവാകാൻ ആശിച്ചു കഴിഞ്ഞു. പിതാവുമായി പിണങ്ങുവാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. സത്യം സത്യം പോലെയേ വരൂ, കാലം വരട്ടെ, കാത്തിരിക്കാം. അവൾ ഉറച്ചു. പ്രകൃതി ഒരു കാത്തിരിപ്പിൻ്റെ നായികയാണല്ലോ. സത്രാജിത്തിന് ഒരു അനുജനുണ്ടായിരുന്നു. പ്രസേനജിത്ത് എന്നായിരുന്നു അയാളുടെ നാമം. പ്രസേനജിത്തിൻ്റെയും സ്വഭാവം ജ്യേഷ്ഠന് തുല്യം തന്നെ. അഹന്ത കാണിക്കുവാനും വീമ്പ് പറയുവാനും ഒട്ടും മോശക്കാരനല്ലായിരുന്നു പ്രസേനൻ. ഒരു ദിവസം പ്രസേനജിത്തിന് ഒരാഗ്രഹം ജനിച്ചു. നായാട്ടിനു പോകണം.
സുഹൃത്തുക്കളും ഒന്നിച്ച് മൃഗയാ വിനോദത്തിന് വനത്തിലെത്തണം. വനസുഖം ആസ്വദിക്കണം. സുന്ദരമായ സ്യമന്തകമണി കഴുത്തിലണിഞ്ഞു വേണം വനത്തിലേക്ക് പോകാനെന്നും പ്രസേനൻ ഉറച്ചു. ജ്യേഷ്ഠനെ കണ്ടു. പ്രസേനൻ സ്യമന്തകം ചോദിച്ചു. ജ്യേഷ്ഠൻ പറഞ്ഞു, അനുജ, നിനക്കറിയാമല്ലോ, വിശേഷ രീതിയിലുള്ളതാണ് ഈ രത്നം. എന്നല്ല, കേശവൻ പല പ്രാവശ്യം എന്നോട് ചോദിക്കുകയും ചെയ്തു. തന്ത്രശാലിയും സൂത്രക്കാരനും കള്ളനുമാണ് കേശവൻ. അതുകൊണ്ട് സൂക്ഷിക്കണം. രത്നം മോഹിച്ച് അവൻ വരുവാൻ സാധ്യതയുണ്ട്. ഉറങ്ങുമ്പോഴും ഈ രത്നം കഴുത്തിൽ തന്നെ കിടക്കണം, പ്രസേനൻ പറഞ്ഞു. ജ്യേഷ്ഠ, രത്നം സൂക്ഷിക്കുന്ന കാര്യം പ്രത്യേകിച്ച് എന്നോട് പറയണമോ? ഈ രത്നം കഴുത്തിലണിഞ്ഞാൽ ആർക്കെന്നെ എതിർക്കുവാൻ കഴിയും? കേശവൻ്റെ ശക്തിയെ നിഷ്പ്രഭമാക്കുവാൻ ഈ രത്നത്തിന് കഴിയും. എന്നല്ല, ഞാൻ ഉടനെ മടങ്ങി വരുന്നതുമാണ്. പ്രസേനജിത്തിൻ്റെ മറുപടി കേട്ട് സന്തോഷിച്ച് സത്രാജിത്ത് കഴുത്തിലണിഞ്ഞിരുന്ന സ്യമന്തകരത്നം അനുജന്റെ ഗളത്തിലർപ്പിച്ചു. ഉദയസൂര്യനെ പോലെ തിളങ്ങുന്ന രത്നം ഗളത്തിലണിഞ്ഞപ്പോൾ പ്രസേനൻ ഉഷസ്സുപോലെ വിളങ്ങി. പ്രസേനജിത്തും സുഹൃത്തുക്കളും ആനന്ദഭരിതരായി വനത്തിലേക്ക് പുറപ്പെട്ടു. അവർ രൈവതക പർവ്വതത്തിലെത്തി. മൃഗങ്ങളെ ഇളക്കി ഓടിച്ചു. പിമ്പെ പാഞ്ഞ് അമ്പെയ്ത് വീഴ്ത്തിയും വമ്പു നോക്കി കൊമ്പന്മാരെ അമർത്തിയും തുമ്പമില്ലാതെ രസിച്ചു. പ്രസേനജിത്ത് വനത്തിൽ പ്രകാശം പരത്തി. സൂര്യൻ ഉദിക്കും പോലുള്ള പ്രകാശത്തിൽ കണ്ണുമിഴിച്ച് മൃഗങ്ങൾ നിന്നു. പരിഭ്രമിച്ച് ദിക്കറിയാതെ നിൽക്കുന്ന അവയെ കൊല്ലുവാൻ പ്രസേനന് ബഹുരസമായി. കൊന്നും വെന്നും ഓടിച്ചും വനത്തിൽ പ്രസേനജിത്ത് മുന്നേറി. കൂട്ടം വിട്ട് വനത്തിൽ ഒറ്റപ്പെട്ടു. സുഹൃത്തുക്കളെ അന്വേഷിച്ച് പ്രസേനൻ വനത്തിൽ കുതിരയെ ഓടിച്ചു. പക്ഷേ വനത്തിന് പുറത്തേക്ക് വരാനുള്ളതിനു പകരം ദിക്കുതെറ്റി വനാന്തർഭാഗത്തേക്ക് പോവുകയാണുണ്ടായത്. വനത്തിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ പ്രസേനന് ഭയം വർദ്ധിച്ചു. കുതിരയെ നിർത്തി. പ്രസേനൻ മണ്ണിലിറങ്ങി. കൊടും വനം, ക്രൂരജന്തുക്കളാൽ നിബിഡം. വെകിളി പിടിച്ച കുതിരയെ നിയന്ത്രിക്കുവാൻ തന്നെ നന്നേ പ്രയാസമായി. എന്തു ചെയ്യണമെന്നറിയാതെ പ്രസേനൻ വിഷമിച്ചു. ഇടിവെട്ടും പോലെ ചെകിടടപ്പിക്കുന്ന ഒരു ഭീകര നിസ്വനം കേട്ട് പ്രസേനൻ ഞെട്ടിത്തിരിഞ്ഞു. ഭീകരമായ ആ ദൃശ്യം കണ്ട് പ്രസേനൻ്റെ രക്തമുറഞ്ഞു. ശരീരം ആലില പോലെ വിറച്ചു. കാലുകൾക്ക് ചലനശക്തി നഷ്ടപ്പെട്ടു. തൊണ്ടയിലെ ജലം വറ്റി. മരണം വാ പിളർന്ന ക്രൂരമായ ദന്തപ്പരലുകൾ കാട്ടി അലറിച്ചിരിച്ചു നിന്നു. പ്രസേനൻ എന്തു ചെയ്യണമെന്നറിയാതെ പരുങ്ങി. വാ പിളർത്തി ദംഷ്ട്രകൾ കാട്ടി കാലുകൾ വിടർത്തി വാലുയർത്തി പുച്ഛമനക്കി മുൻകാലുകൾ തെല്ലുയർത്തി നിൽക്കുന്ന കരാളരൂപിയായ സിംഹത്തിൻ്റെ മുമ്പിൽ പ്രസേനൻ തളർന്നു വിവശനായി നിന്നു. സിംഹത്തിൻ്റെ കണ്ണുകൾ ജ്വലിച്ചു. ഏതു നിമിഷത്തിലും സിംഹം തൻ്റെ മുതുകിൽ ചാടി വീഴാം. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള മുഹൂർത്തം പ്രസേനജിത്ത് സ്യമന്തകമണി ഓർത്തില്ല. ധനവും മാനവും ചിന്തിച്ചില്ല. സുമുഖിയായ ഭാര്യയെക്കുറിച്ചോ സന്താനങ്ങളെക്കുറിച്ചോ ആലോചിച്ചില്ല. എല്ലാ ചിന്തകളും സജീവനെക്കുറിച്ചായിരുന്നു. ഏറ്റവും വലിയ സ്വാർത്ഥനായി മനുഷ്യൻ മാറുന്ന സമയം. പ്രസേനജിത്ത് ഒന്നനങ്ങി. സിംഹം ഒറ്റക്കുതിപ്പിന് പ്രസേനൻ്റെ മുകളിൽ പതിച്ചു. നേരിയ ഒരു ചലനം മാത്രമേ പ്രസേനനുണ്ടായുള്ളൂ. ചാടിയോടാൻ തുടങ്ങിയ കുതിരയെയും സിംഹം കൊന്നു. പ്രകാശമാനമായ ആ രത്നം വിശിഷ്ടമായ വസ്തുവായിരിക്കുമെന്ന് കരുതി സിംഹം സ്യമന്തകം പ്രസേനൻ്റെ ഗളത്തിൽ നിന്നും ചങ്ങല കടിച്ച് പൊട്ടിച്ചെടുത്തു. ഏതോ ഭോജ്യമായ വസ്തു ലഭിച്ച ആനന്ദത്തോടെ കേസരി വീരൻ സ്യമന്തകവും കടിച്ചെടുത്തുകൊണ്ട് വനത്തിലൂടെ നടന്നു. ആ വനത്തിൻ്റെ ഒരു ഭാഗത്ത് വൃദ്ധനായ ഒരു വാനരൻ താമസിച്ചിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ചിരഞ്ജീവിയായ ജാംബവാൻ. രാമൻ്റെ പട്ടാഭിഷേകം കഴിഞ്ഞ് സ്വതന്ത്രനായി പുറത്തു വന്ന ജാംബവാൻ ഒരു ഗന്ധർവനാരിയെ ഇണയായി സ്വീകരിച്ചു. അവളിൽ മക്കളും ജനിച്ചു. കുടുംബസമേതം പർവ്വതത്തിലെ ഒരു ഗുഹയിൽ വസിക്കുകയായിരുന്നു. സിംഹത്തിൻ്റെ ഗർജനവും അലർച്ചയും ബഹളവും ജാംബവാൻ കേട്ടു. ഏതോ ക്രൂരജന്തുക്കൾ കടിപിടി കൂടുന്നതാണെന്ന് ആദ്യം കരുതി. ഗന്ധർവനാരി പിരിഞ്ഞു പോയതിനാൽ ഗുഹയിൽ ജാംബവാൻ സർവ്വസമയവും മക്കളുടെ സമീപം തന്നെ വർത്തിക്കുകയാണ് പതിവ്.
ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു.